ഹമാസ് മുഴുവൻ ബന്ദികളെ മോചിപ്പിച്ചതിന് പിന്നാലെ തടവുകാരെ വിട്ടയച്ച ഇസ്രായേൽ പാർലമെന്റിൽ പരസ്പരം പുകഴ്ത്തി ട്രംപും നെതന്യാഹുവും. ഡൊണാൾഡ് ട്രംപിന് നേരെ ഇസ്രായേലി പാർലമെന്റിൽ പ്രതിഷേധം. കർച്ചീഫ് ഉയർത്തി മുദ്രാവാക്യം മുഴക്കിയ പ്രതിനിധിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്താക്കി. ഇതിനിടെ ഇസ്രായേൽ പരമോന്നത ബഹുമതി ഇസ്രായേൽ പ്രൈസ് ട്രംപിന് നൽകുമെന്ന് പ്രഖ്യാപിച്ച് ബെഞ്ചമിൻ നെതന്യാഹു. ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ഡെസ്കിൽ വിവരങ്ങളുമായി ചെയ്യുന്നു. ജിഷ്ണു, ട്രംപിന്റെ ഇസ്രായേൽ സന്ദർശനം തുടരുകയാണ്. അതേസമയം ബന്ദിമോചനത്തിൽ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ഇനിയുള്ള പ്രതിസന്ധി ഗസ ആര് ഭരിക്കും, ഗസയിൽ ആര് അധികാരത്തിലെത്തും എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചൊരു വ്യക്തത കൂടി ഈ വൈകിയ മണിക്കൂറിൽ വരുന്നുണ്ടോ? നോക്കൂ സുഹൈൽ, വളരെ സംഭവബഹുലമായ ഒരു ദിവസമാണ് കടന്നു പോകുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരു ഭാഗത്ത് ഇസ്രായേൽ പാർലമെന്റിൽ വലിയ ചർച്ചകൾ, വലിയ നാടകീയ രംഗങ്ങളെല്ലാം അരങ്ങേറുന്നു. നെതന്യാഹു വലിയ പുകഴ്ത്തൽ ട്രംപിനെ കുറിച്ച് നടത്തുന്നു. ലോകത്തെ ഇത്ര വേഗം മാറ്റിമറിച്ച മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല എന്നാണ് നെതന്യാഹു പാർലമെന്റിൽ പ്രസംഗിക്കുന്നത്. തിരിച്ച് ട്രംപ് നെതന്യാഹുവിനെ പുകഴ്ത്തുന്നത് വാർ ടൈമിൽ, യുദ്ധകാലത്തിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച പ്രധാനമന്ത്രിയാണ് നെതന്യാഹു എന്ന തരത്തിലായിരുന്നു. ഇങ്ങനെ പരസ്പരം പുകഴ്ത്തിയ ഒരു പാർലമെന്റ് സെഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഒരു പ്രതിഷേധമുണ്ടാകുന്നു. കർച്ചീഫ് ഉയർത്തി ഒരു പ്രതിനിധി പ്രതിഷേധിക്കാൻ ശ്രമിക്കുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ മാറ്റുന്നു. അതേസമയത്ത് ഇപ്പുറത്ത് റമല്ലയിൽ നിന്നും, അതായത് ഈ വെസ്റ്റ് ബാങ്കിലെ റമല്ലയിൽ നിന്നും വളരെ സന്തോഷത്തോടുകൂടി പലസ്തീൻ ജനതയോടൊപ്പം ചേരാൻ എത്തുന്ന ഈ പലസ്തീൻ തടവുകാരുടെ ദൃശ്യങ്ങളും പുറത്തു വരികയാണ്. റെഡ് ക്രോസ് തയ്യാറാക്കിയ ബസ്സിലാണ് ഇവരെ വെസ്റ്റ് ബാങ്കിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്ന് അവർ ചിരിച്ചുകൊണ്ട് ആ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഏറ്റവും സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന ദൃശ്യങ്ങൾ. അതേസമയത്ത് ഈ പറയുന്ന ഇസ്രായേലിലും വലിയ ആഘോഷങ്ങളും സന്തോഷവും എല്ലാം ആളുകൾ പങ്കുവെക്കുന്നു. ബന്ദികളെല്ലാം തിരിച്ചെത്തുകയാണ് എന്ന കാര്യമുണ്ട്. ഈജിപ്തിൽ നടക്കാൻ പോകുന്ന സമാധാന ഉച്ചകോടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുക്കുന്നു എന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹു പോകുന്നില്ല എന്ന വിവരമാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. സുഹൈൽ, ബന്ദി കൈമാറ്റം തുടരുകയാണ്. അതുപോലെ തന്നെ പലസ്തീൻ തടവുകാരും തിരിച്ച് അവരുടെ നാട്ടിലെത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.